അപ്പോൾ ഗൈസ് രാത്രി 9 മണിയായി. ഇതുവരെ ഒരു കുളിയും നനയും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആൻഡ്രൂസിനെ കൊണ്ട് ഭയങ്കര വരുവാല. എന്താണാവോ? ഒന്നുമില്ലാണാവോ. രാത്രി ബീഫും പിന്നെ ചപ്പാത്തി മതിയായിരുന്നു അപ്പനെ മക്കളുടെ ആദ്യത്തെ ഓർഡർ. ഓക്കെ, ചപ്പാത്തിക്ക് കുഴച്ചും വെച്ചു. നമ്മുടെ പ്രീതി ചേച്ചി കൊണ്ടാണ് ചപ്പാത്തിക്കും കുഴച്ചും വെച്ച് ബീഫ് റെഡിയായി. ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പനാണ് നമ്മുടെ കപ്പയും കാണിച്ചേ, നമ്മുടെ കപ്പയും മധുരക്കിഴങ്ങും ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഇപ്പൊ തന്നെ പാൽക്കപ്പ ഉണ്ടാക്കി ബീഫും കൂട്ടി കഴിക്കണം. അല്ല, പ്രീതി ചേച്ചി ആരാണോ? പ്രീതി ചേച്ചി ഇറ്റൂസിന് പാൽക്കപ്പയാണോ വേണ്ടുന്നത്? ബീഫാണോ? ബീഫ് മാത്രം മതി. കാൽക്കപ്പ എന്തുവാണെന്ന് പോലും അവരറിയത്തില്ല. പാൽക്കപ്പയും ഇതുപോലെ ഇന്നത്തെ നൈറ്റ് സ്പെഷ്യൽ എന്ന് പറയും. ഇപ്പം പാതിരാത്രി ആയിട്ടുണ്ട് കേട്ടോ, ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. അപ്പൊ നൈറ്റ് സ്പെഷ്യൽ പാൽക്കപ്പയും ബീഫും. ബീഫ് എല്ലാം റെഡി ആയിട്ടില്ല കേട്ടോ, മസാല ഇടാനായിട്ട് കൊണ്ട് എടുത്തു വെച്ചു. അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് മൊബൈലും തൂക്കിട്ടുണ്ട്. കൊച്ചിനെ അങ്ങോട്ട് എടുത്തേ വേണമെന്നുണ്ടെങ്കിൽ. അയ്യടെ മനമേ, അങ്ങനെ അവരുടെ ആഗ്രഹമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നമുക്ക് വറ്റൽമുളക് ഇങ്ങനെ കടുവറുത്തിടണം കേട്ടോ. ആ വറ്റൽമുളക് ഉടച്ചിട്ട് കഴിക്കണം. അതുപോലെ തന്നെ ബീഫ് നല്ല വരട്ടിയത്, കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ബീഫ് കറിയുങ്ങളുണ്ടെങ്കിൽ, കറിയും അല്ല വരട്ടിയതുമല്ല പരട്ടുമല്ല, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇത്തിരി ഗ്രേവി ഉണ്ട്, അതും കൂടി ഇട്ടിട്ടൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഒന്നും പറയാനില്ല, നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ പാൽക്കപ്പ. അപ്പോൾ റെസിപ്പി വേണ്ടുന്നവർ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓരോർക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ച് 2 പേർക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വാരി കൊടുത്തിട്ട് ഞാൻ കൊച്ചിനെ ഉറക്കാൻ പോയിട്ട് വന്നിട്ടുള്ള രംഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഒന്നും പറയാനില്ല, ഏലം മതം. ഞാൻ ഒരു ഇലയൊക്കെ രാത്രി പോയി ഇങ്ങ് വെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. എന്നാലും നിങ്ങൾ 4 പേർ കൂടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. കഴിക്കുവാണെങ്കിൽ അങ്ങനെ കഴിക്കണം, നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കണം കേട്ടോ. ആദ്യം ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എല്ലാവർക്കും, അച്ഛനും ഉൾപ്പെടെ എല്ലാവർക്കും ഒന്ന് വാരി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ അവരുടെ മനസ്സ് നിറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും കേട്ടോ. അവരുടെ ഒരു അഭിപ്രായം കേൾക്കുമ്പോൾ എത്ര നമ്മൾ ജോലിയൊക്കെ ചെയ്താലും ഇവർക്കത് ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിലൂടെ വെള്ളം ഊർന്നു കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇലയുടെ അവസ്ഥ കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.